എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗും കൂടെ ആക്കാം. കാരണം എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും ഇത്. എന്താ കാര്യം എന്ന് ഞാൻ പറയാം. വിഷ്ണുവിന് ഇന്ന് ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ വിഷ്ണുവിനെ ട്രെയിൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വിഷ്ണുവിനോട് പറയാതെ പെട്ടെന്ന് ഞാൻ ആംസ്റ്റൽഫെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാൻ. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു. നല്ല മാറ്റങ്ങളാണ്, പക്ഷെ എന്നാലും മാറ്റം എന്ന് പറയുമ്പോൾ ഒരു മാറ്റം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇമോഷണലിയും ഫിസിക്കലിയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിനും ഇമോഷണൽ ചേഞ്ചസ് ഉണ്ട്. നമ്മുടെ രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ രണ്ടുപേരുടെ ജീവിത രീതിയിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് വന്ന മാറ്റങ്ങൾ കുറച്ചും കൂടെ ലൗഡായിരുന്നു. അതുകൊണ്ട് എല്ലാ ആൾക്കാരും, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് എനിക്ക് ഫിസിക്കലിയും ഇമോഷണലിയും വന്ന മാറ്റങ്ങളിൽ ഞാൻ ഓക്കെ ആണോന്നും എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും കാര്യമായിട്ട് കൺസിഡർ ചെയ്യും, കെയർ ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത്. പക്ഷെ ഈ മാറ്റങ്ങളുടെ ഒക്കെ ഒപ്പം വിഷ്ണുവിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു പറഞ്ഞതുപോലെ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള മാറ്റമാണ് ജീവിതത്തിൽ നടന്നെങ്കിലും മാറ്റം ഈസ് എ മാറ്റം. അപ്പം അതുകൊണ്ട് വിഷ്ണുവിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഫേസിൽ എല്ലാവരും ഇമ്പോർട്ടൻസ് തന്ന എനിക്കായിരുന്നു. ഞാൻ ഉൾപ്പെടെ വിഷ്ണുവിന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കൊടുത്തു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ തമ്മിൽ പൊതുവെ അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള അടികളൊന്നുമുള്ള ആൾക്കാരല്ല കേട്ടോ. അതിനുള്ള ഒരേ ഒരു റീസൺ വിഷ്ണുവാണ്. വിഷ്ണുവിന് അങ്ങനെ ഭയങ്കര അടി ഉണ്ടാക്കുന്നൊന്നും ഇഷ്ടമല്ല. അതിപ്പോൾ എന്നെ ഇട്ടെന്നല്ല, ആരായിട്ടാണെങ്കിലും പുള്ളി കുറച്ചൊരു സമാധാന പ്രിയനാണ്. ജീവിതം സമാധാനമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരൊറ്റ മോട്ടീവിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എപ്പോഴെങ്കിലും ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ എനിക്ക് അടി ഉണ്ടാക്കണം, എൻ്റെ വാശി വിടില്ല എന്നുള്ളൊരു കാര്യം എനിക്കുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അടി കുറവാണ്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എനിക്ക് ഇമോഷണലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഹോർമോണൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ തോന്നുന്നു. അതൊക്കെ വിഷ്ണു ഭയങ്കര ഹാപ്പിലി ആയിരുന്നു ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ചെറിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞ കുറച്ച് മാസമായിട്ട്, അതായത് ഒരു 2-3 മാസമായിട്ട് ഞാൻ മുന്നേ കൺസിഡർ ചെയ്തിരുന്ന അത്ര വിഷ്ണുവിനെ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും വിഷ്ണുവിൻ്റെ പല ഇമോഷൻസിന് വേണ്ടത്ര വാല്യൂ ഞാൻ കൊടുത്തിട്ടില്ല എന്നും എനിക്ക് 2 ദിവസമായി ഇങ്ങനെ ഒരു ഉള്ള തട്ടിയിട്ടുള്ളൊരു ഫീലിംഗ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് തോന്നൽ വന്നാൽ നമ്മൾ ആ സ്വഭാവത്തിൽ അപ്പം മാറ്റം വരുത്തണം. വിഷ്ണുവിനോട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ഈ ഒരു പുതിയ മാറ്റത്തിൽ എനിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വിഷ്ണു ഇപ്പോൾ ഒരു ഫാദർ ആവാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കുറേ ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ വിഷ്ണുവിനും ഉണ്ടായിരിക്കും. പക്ഷെ എന്തൊക്കെയൊക്കെയോ സോ കോൾ റീസൺസ് കാരണം അതൊന്നും പുറത്തു കൊണ്ടുവരുന്നില്ല. എന്നെപ്പോലെ തന്നെയാണ് വിഷ്ണു. എന്നെക്കാളും ഒരു 5-5.5 വയസ്സ് കൂടുന്നേ ഉള്ളൂ. ഇപ്പോൾ വീട് വിട്ട് എനിക്കുള്ള അതേ ഇമോഷൻസ് എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ് വിഷ്ണു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. എനിക്ക് കിട്ടുന്ന എല്ലാ കൺസിഡറേഷൻ, എനിക്ക് വിഷ്ണു തരുന്ന എല്ലാ കൺസിഡറേഷനും തിരിച്ചതേപോലെ കൊടുക്കണം ഏത് ഫേസിലാണെന്ന് മുന്നേ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞൊരു 3-4 മാസം കുറച്ച് ടഫായിരുന്നു. ഇപ്പോൾ ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പോവുകയാണ്. ആ ഒരു മാറ്റത്തിന്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഇന്ന് വിഷ്ണുവിന് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ സർപ്രൈസ് കേട്ടോ, കാര്യമായിട്ടുള്ളതൊന്നുമല്ല. വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം ഭക്ഷണവും സമാധാനവുമാണ്. അപ്പോൾ ഇന്ന് വിഷ്ണുവിന് ഞാനൊരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും ഉണ്ടാക്കാത്ത കാര്യമാണ് മട്ടൺ ബിരിയാണി. കാരണം ഞാൻ അധികം ചിക്കൻ, ഫിഷ് മാത്രം കുക്ക് ചെയ്യുന്ന ഒരാളാണ്. മട്ടണും ബീഫും ഒക്കെ എൻ്റെ അത്ര ഒരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വിഷ്ണുവിന് കഴിക്കണം എന്നുള്ള ഫീലിംഗ് വരികയാണെങ്കിൽ ഗീതു അല്ലെങ്കിൽ ഷെറീറൊക്കെയാണ് അത് അധികം ഉണ്ടാക്കാറ് കേട്ടോ. കാരണം എന്നെക്കാൾ നന്നായിട്ട് അവരുണ്ടാക്കും, എന്നെക്കാൾ എളുപ്പത്തിൽ അവരത് ഉണ്ടാക്കും. ഒരു മാറ്റത്തിന്റെ തുടക്കം ആവട്ടെ. എൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രമിച്ചു തുടങ്ങണം എന്നെനിക്ക് തോന്നുന്നു.
അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ഓവറാക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇതിപ്പോൾ ഇത്ര വലിയൊരു കാര്യമാണോ എന്നുള്ളത്. വലിയ കാര്യമാണോ ചെറിയ കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും നമുക്ക് ചേഞ്ചസ് വരുത്തണം, നമുക്കുള്ളിൽ നിന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വരുത്തണം അല്ലേ. അപ്പോൾ എന്തായാലും വിത്ത് ദാറ്റ് സെറ്റ് ഞാൻ നേരെ പോകുന്നു. ഇവിടെ സൊഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് മട്ടൺ വാങ്ങിക്കാം. ഫ്രഷ് മട്ടൺ ഇവിടെ കിട്ടും എന്നാണ് ഞാൻ പ്രതുവൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്നേ വരെ വന്ന് വാങ്ങിയിട്ടില്ല. എത്ര മട്ടൺ വാങ്ങിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതുവിനെ വിളിച്ച് ചോദിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് 1-2 ചെറിയ പ്ലാൻ ഉണ്ട് മനസ്സിൽ. പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു, അതുകൊണ്ട് കാര്യമായ പ്ലാനൊന്നുമല്ല. അപ്പോൾ എന്തായാലും നിങ്ങളും എൻ്റെ ഒപ്പം കൂടും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനൊക്കെ രസമായിരിക്കും നിങ്ങളും എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇതാണ് നമ്മൾ ഫ്രഷായ മട്ടൺ വാങ്ങിക്കുന്ന കട കേട്ടോ. ഒരു 1 കിലോ 1.5 കിലോ ഒക്കെ വാങ്ങിക്കാനാണ് പ്രതു എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം. 1.5 കിലോ മട്ടണും 1 കിലോ ബീഫും വാങ്ങിക്കാനാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. നമ്മളിവിടെ ആംസ്റ്റൽഫെയിൻ താമസിച്ചിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഇവിടെ നിന്നായിരുന്നു നമ്മൾ ചിക്കനും മട്ടണും ബീഫും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ക്വാളിറ്റി കുറച്ച് നല്ലതാണെന്നും പ്രൈസ് കുറച്ച് കുറവാണെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അധികം അങ്ങനെ വാങ്ങിക്കാത്തതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു കമ്പാരിസൺ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ മട്ടൺ വാങ്ങി. മട്ടൺ ബിരിയാണിയും ബീഫ് ഡ്രൈയുമാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വിഷ്ണു വരുന്ന സമയത്തിനുള്ളിൽ എല്ലാം ചെയ്ത് റെഡിയാക്കി വീട് ക്ലീൻ ചെയ്ത് ഒരു ബൊക്കെയൊക്കെ വാങ്ങി ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണത്. പക്ഷെ എനിക്ക് അത്യാവശ്യം ടൈം എടുക്കുന്ന സംഗതിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എത്ര അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബിരിയാണിയുടെ ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇത് ബാക്കിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറാണ്, കശ്മീരി എന്ന് പറഞ്ഞിട്ട്. തിരക്കേടില്ല, അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഒരു 12 മണിയാവും തുറക്കാൻ. അതുകൊണ്ട് ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് ആൽബർട്ടൈനിൽ പോയിട്ട് വാങ്ങിക്കാം. ഈ ചിക്കൻ മട്ടൺ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡയറക്റ്റ്ലി കഴുകി ഡീൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കും. പക്ഷെ എന്നാലും അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ തീരെ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു ശീലം കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വിഷ്ണുവും പ്രതുവും ഒക്കെ എനിക്ക് വേണ്ടപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യും, കട്ട് ചെയ്തവരൊക്കെ ചെയ്യാറുണ്ട്. ആരും ചെയ്തു തരില്ല എന്നൊക്കെ എനിക്ക് പറയണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തതാണ്. അപ്പോൾ തൽക്കാലം ഇപ്പം ഞാനത് ചെയ്ത് തുടങ്ങിയിട്ടില്ല. റോസിൻ്റെ ഒരു കോൾ. റോസ് വീട്ടിലുണ്ട്, എന്തൊക്കെ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പ്രതുവിൻ്റെ അടുത്തോട്ട് പോകുന്നത് നേരെ മാറ്റി റോസിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒരു 20 മിനിറ്റാണ് റോസിൻ്റെ അങ്ങോട്ടേ. പിന്നെ അവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു 15 മിനിറ്റ്. അപ്പോൾ മൊത്തം ഒരു 50 കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിക്കാനുണ്ട് ഇപ്പോൾ. അപ്പോൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ വെച്ച് വണ്ടി ഓടിക്കാൻ നല്ല വെതറുമാണ് കേട്ടോ. നമ്മളിവിടെ റോസിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഭയങ്കര ചൂട്. ഇന്ന് 16 ഡിഗ്രി 17 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ചുട്ട് പിടിങ്ങിയിരിക്കുന്ന പോലെ. ഓൾറെഡി നമ്മൾ ഭയങ്കര ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വീട്ടിൽ പോയി കുക്ക് ചെയ്യുമ്പോഴേക്ക് വിഷ്ണു ഒന്ന് കുറച്ച് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വിഷ്ണുവിന് പല തിരക്കുമായിട്ട് മുടി വെട്ടാൻ ഒരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാണ് പുള്ളിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വീടെല്ലാം സെറ്റാക്കി റെഡിയാക്കി ക്ലീൻ ചെയ്ത് സർപ്രൈസ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഹലോ, വെൽക്കം. ഹേ സ്റ്റീവ്. ഹേ സ്റ്റീവ്. എടാ ഡോർ തുറന്നാൽ മുഖത്തേക്കല്ലേ നോക്കുക, ഷൂക്കാണോ നോക്കണേ? റോസും മിനിയതും 1 മാസമായിട്ടുള്ള പുതിയ വീട്ടിലോട്ട് മാറിയിട്ട് ഇത് റോസിൻ്റെ പുതിയ കിച്ചണാണ്. അധികം അവരൊരു വൈറ്റ് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീട് മാറില്ലേ, അതായത് പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ അയൽവാസികൾക്ക് എല്ലാവർക്കും നമ്മളിങ്ങനെ ലെറ്റർ എഴുതി കൊണ്ടുപോയിടും. നമ്മൾ പുതിയ ആൾക്കാരാണ്, ഇവിടെ വന്നതാണ്, ഹായ് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി യമ്മി യമ്മിയാണോ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഇന്നലെ ഇവരുടെ ഒരു അയൽവാസി ഒരു കൊടുത്ത പൂവാണ്. ഇതും റോസിന് കിട്ടിയ ഒരു കാർഡാണ്. നൈസ്. നമ്മൾ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും കേട്ടോ. റോസിൻ്റെ വീട്ടിലെ ആൾക്കാർ വരുന്നതും അതേപോലെ തന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര അത് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വലിയ മട്ടണാണ്, നല്ല മട്ടണാന്നാണ് റോസിൻ്റെ ഞാനും വെച്ചിട്ട് റോസ് പറയുന്നത്. കഴിഞ്ഞ ഒരു 2-3 മാസം ഇവിടെ ഒരു വീട് വാങ്ങൽ സീസൺ ആയിരുന്നു കേട്ടോ. പ്രതുവും ഗീതവും മാറി, പിന്നെ ദേ റോസും മിനിയതും മാറി. പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട്സ് ഉണ്ട്, അവരും പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റോസും മിനിയതും ഈ വീടെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കിച്ചൺ സ്പേസ് അവർ കംപ്ലീറ്റ്ലി പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫുൾ അവർ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും റോസ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് ആകുമ്പോൾ നമുക്ക് നല്ല ലൈറ്റും കാര്യങ്ങളും നല്ല സ്പേസും ഒക്കെ ഫീൽ ചെയ്യുമല്ലോ കിച്ചണിൽ. താങ്ക് യു. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് കാണാം. ഇന്ന് രാത്രി റോസിന് ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ബിരിയാണി വേണ്ട. നാളെ ഉച്ചയ്ക്ക് ഞാനും അൻഷിഫയും റോസും കൊണ്ടൊരു ബിരിയാണിയിലൊരു പിടിപിടിക്കും.
ബാക്കി വെക്കണേ വിഷ്ണുവിനെ വിളിച്ച് പറയാം ഫുള്ള് തീർക്കരുതെന്ന്. വിഷ്ണുവിന്റെ ഫേവറേറ്റ് അല്ലേ. നമ്മൾ വളരെയധികം ലേറ്റ് ആണ്. ഇപ്പൊ സമയം 12:09. ഒരു 12:30 ആകുമ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തുന്നുണ്ടായിരിക്കും. അവിടുന്ന് ആൽബർട്ടൈനിൽ നിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിൽ പോയിട്ട് ഷഡേന്ന് കുക്ക് ചെയ്യാം. കാരണം എനിക്ക് തിരിച്ചു വരുമ്പോൾ വീടൊക്കെ ഫുൾ ക്ലീനായി നീറ്റായി കുക്ക് ചെയ്ത സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് കുറച്ച് ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെക്കണം എന്നുണ്ട്. എനിക്കൊരു ചെറിയൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനും കൂടെ എഴുതി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ. ഐ ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇനി സമയം കളയാതെ പെട്ടെന്ന് പോയിട്ട് ഉഷാറായിട്ട് ചട്ടപ്പെട്ടേക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ കറക്റ്റ് വീക്ക്ലി മീൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരായത് കാരണം എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എല്ലാ ഐറ്റംസും നമുക്ക് എടുക്കാം. ഒരു കാലത്ത് ഞാൻ അടുപ്പിച്ച് കുറേ തവണ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഷെറീറും മൻഷിഫും ഗീതും ഒക്കെ നല്ല അടിപൊളി കുക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നിയർലി ഒരു 8-9 മാസമായിട്ടുണ്ടായിരിക്കും ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട്. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് എല്ലാ ആൾക്കാരും പുറത്താട്ടോ. നല്ല വെതറാണ്. ജാക്കറ്റ് ഒന്നും ആവശ്യമില്ല. സ്പ്രിംഗ് ആയി തുടങ്ങിയല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുറേ ചെടികൾ ആൽബർട്ടൈനിലുള്ളത്, പൂക്കളും. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബൊക്കെ വേണമെന്നായിരുന്നു. അപ്പുറത്തൊരു കടയുണ്ട് പൂവിൻ്റെ, അപ്പോൾ അവിടെ പോയി നോക്കാം. ആദ്യം വാങ്ങിച്ച സാധനം ഒന്ന് കാറിൽ കൊണ്ടുവയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. ഇതൊരു കസ്റ്റമർ ഓർഡർ കൊടുത്തിട്ട് അവരുണ്ടാക്കി വെച്ചൊരു ബൊക്കെ ആയിരുന്നേ. പക്ഷെ അവർ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നില്ല. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഈ ബൊക്കെ തന്നെ നമ്മളെടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്കൊരു 3-4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി തീരണം. ഞാൻ രാവിലെ 8:30 ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. കുറച്ച് ടയർഡായിട്ടുണ്ട്. സമയം കളയാതെ പെട്ടെന്ന് കുക്ക് ചെയ്യാട്ടോ. ആദ്യം ഞാൻ ഈ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. കാരണം ഒരു ക്ലീൻ കിച്ചണിൽ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്ലീൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം കുക്കിങ്ങും ക്ലീനിങ്ങും നമ്മൾ തന്നെയാണ്. അപ്പൊ ഇപ്പൊ സമയം 1:15. ഒരു 2:45 ആകുമ്പോക്ക് ബിരിയാണിയുടെ ബേസിക് പരിപാടികൾ, അതായത് ചോറ് റെഡിയായിരിക്കണം, മസാല റെഡിയായിരിക്കണം, ദമ്മിടാൻ മാത്രമേ ബാക്കി ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു സമയം വെച്ച് മുന്നോട്ട് പോവാം. ഞാൻ കണ്ണൂർ കിച്ചന്റെ റെസിപ്പിയാണ് നോക്കി വെച്ചിട്ടുള്ളത്. ഗീതു ഉണ്ടാക്കുന്ന മട്ടൻ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഗീതു കണ്ണൂർ കിച്ചന്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്യാറ്. പിന്നെ അമ്മിയും ഒരു തവണ ഇവിടെ വന്നിട്ട് കണ്ണൂർ കിച്ചൻ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ നമുക്ക് ഫോളോ ചെയ്യാം. ആദ്യം സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് സവാള അരിഞ്ഞ് തുടങ്ങാം. നമ്മളൊരു കാര്യം വർഷങ്ങളോളം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽ അതിൽ ഇമ്പ്രൂവ് ആവുമല്ലോ. അങ്ങനെ കുക്കിങ്ങിൽ എനിക്ക് വന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതും പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലീനിങ്ങും ചെയ്യാൻ പറ്റുന്നുള്ളത്. ആദ്യം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കച്ചറ പിച്ചറയൊക്കെയായിരുന്നു കിച്ചൺ. ഇപ്പം ഞാൻ കുറച്ച് ഒപ്പം ക്ലീനിങ്ങും കൂടെ കൊണ്ടുപോകും. അലക്സ, പ്ലേ മലയാളം 90s സോങ്. ഞാനിങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കാറ് കേട്ടോ. അതും അധികം ഞാൻ പ്രിഫർ ചെയ്യുക നമ്മുടെ 90s മലയാളം സോങ്സ് ഇല്ലേ, അതാണ് കേൾക്കുക. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും എന്നെപ്പോലെ ഇത്ര പാട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം വെളുത്തുള്ളിയാണല്ലോ. നമുക്ക് ഇഷ്ടം പോലെ വെളുത്തുള്ളി വേണം. ഇവിടെ നമുക്ക് ചൈനീസ് വെളുത്തുള്ളി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് തന്നെ നന്നാക്കാൻ നാട്ടിലെ വെളുത്തുള്ളിയുടെ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഫ്ലേവറൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു നാട്ടിലെ വെളുത്തുള്ളിക്കാണ്. പിന്നെ ഇഞ്ചിൻ്റെ നല്ല യമണ്ടൻ വലിയ ഇഞ്ചിയാണ്. ബേസിക് ആയിട്ടുള്ള ഉള്ളി നന്നാക്കലും വെളുത്തുള്ളി നന്നാക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ബീഫിനും പിന്നെ അതേപോലെ തന്നെ മട്ടണും കൂടെ ഒരുമിച്ച് നന്നാക്കി. അപ്പം ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ. നമുക്കതിന് പ്രീതി മിക്സി ഗ്രൈൻഡർ ഉപയോഗിക്കാം. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ നാട്ടിൽ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു മിക്സി വാങ്ങിയത്. പക്ഷെ അവിടെ തൊട്ടിട്ട് ഇങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരു കറക്റ്റ് ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കണ്ടേ നമുക്ക് സാലഡിനൊക്കെ വേണ്ടിയിട്ട്. അതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു മിക്സി. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മട്ടൺ മാരിനേറ്റ് ചെയ്യാം. എല്ലാ കാര്യത്തിനും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടെന്ന് പറയില്ലേ, അങ്ങനെ ഞാൻ ആദ്യമായി മട്ടൺ കൈകൊണ്ട് തൊട്ടിരിക്കുകയാണ്. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ കുറച്ച് കോപ്പറേറ്റീവ് ആവും, എന്നെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു ശീലം കുറച്ച് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതൊക്കെ മുന്നേ ചെയ്തേക്കാം. ഈ സാഹചര്യമാണല്ലോ നമ്മളെ കൊണ്ട് പല കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ മട്ടൺ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് സവാളയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 തക്കാളി, അതിനുശേഷം യോഗേർട്ടും നെയ്യും ആഡ് ചെയ്യാം. ഇനി മല്ലിയില, പുതിനയില, നാരങ്ങ, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലോണം ആ ഒരു മീറ്റ് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ടൊക്കെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അകത്തോട്ട് നന്നായിട്ട് ഫ്ലേവർ പിടിക്കുമെന്ന് പറയും. പക്ഷെ ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഞാൻ കുറച്ച് ക്ലീനിങ്ങും
ഡിഷ് സെറ്റിങ്ങും കൂടെ ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ 2 പരിപാടി ഒരുമിച്ച് തീരുമല്ലോ. പിന്നെ ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. സമയം 2 മണിയായി. നമ്മൾ 12 മണിക്കാണ് റോസിന്റെ അവിടുന്ന് ദോശ കഴിച്ചത്. അപ്പോൾ 2 മണിക്കൂറൊക്കെയാണ് ഇപ്പം എൻ്റെ വിശപ്പ് നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ വറുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കാര്യങ്ങളെല്ലാം മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറൊക്കെ അകത്തേക്ക് പിടിക്കും കേട്ടോ. പക്ഷേ അതിനുള്ളൊരു സമയം നമുക്കില്ല. നമ്മളൊരു ഷടപടേ കുക്കിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സവാള വറക്കുന്ന നേരം മാത്രം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സെക്കൻഡ് സെറ്റ് നമ്മൾ സവാള വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ മട്ടണിലോട്ട് ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം. എനിക്ക് കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടമാട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വിസിലടുപ്പിച്ചെടുക്കാം. ഇത് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത പാത്രമാണ്. ബാക്കി ഇനി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അരിയും കൂടെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാം കേട്ടോ. ഇപ്പൊ സമയം 2:15. നമുക്ക് 15 മിനിറ്റും കൂടിയാണ് നമ്മൾ വിചാരിച്ച സമയത്തിനുള്ള. അതും കൂടെ തീരണമെന്ന് വിചാരിച്ച ചാൻസ് കുറവാണ്. നാളെ ഉച്ചയ്ക്ക് റോസും അൻഷിഫയും കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായാൽ അവര് വിളിക്കാം, അല്ലെങ്കിൽ നന്നായില്ലെങ്കിൽ പിന്നെ വിളിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് കഴുകി കുതിർക്കാൻ ഞാൻ വെക്കാറില്ല, കാരണം റൈസ് കുക്കറിലല്ല ഉണ്ടാക്കാറ്. അതിൽ വലിയ കാര്യമുണ്ട് തോന്നിയിട്ടില്ല. ഒന്ന് കഴുകിയിട്ട് നമുക്ക് അരി വെക്കാം. അപ്പൊ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മള് ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കാരണം ഇത് എനിക്ക് അൻഷിഫ പറഞ്ഞൊരു ട്രിക്കാണ്. കാരണം നെയ്യ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ബട്ടർ നമുക്ക് അത്ര ഒരു ഹെവി ഫീൽ തരില്ല. അപ്പോ എത്ര സ്പൂൺ നെയ്യാണോ പറയുന്നത് അത് പകുതിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ. കുറച്ച് ബട്ടറും കുറച്ച് നെയ്യും. ഈ ഒരു റൈസ് കുക്കറിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തിട്ട്, അതായത് ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു റൈസ് കുക്കർ എത്ര യൂസ്ഫുൾ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കുറേ കുക്കിംഗ് ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് അരി മാത്രമാണ് കേട്ടോ ഇതിൽ വെക്കാറ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് മൊത്തം ബിരിയാണി തന്നെ ഇതിലുണ്ടാക്കാനും കറികൾ ഉണ്ടാക്കാനും മീറ്റ് വേവിക്കാനും ഒക്കെ പറ്റും. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ റൈസ് കുക്കർ തന്നെ ധാരാളം എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ കിട്ടിയൊരു ചെറിയ ഗ്യാപ്പിൽ ഞാൻ 2 ടൈപ്പ് ഓഫ് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മട്ടൺ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് എന്ന് എന്നോട് ഗീതു പറഞ്ഞത് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ വിട്ട് വരണം എന്നാണ്. അപ്പോൾ വിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ ഗരം മസാല ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പ്രദുവിൻ്റെയും ഗീതുവിൻ്റെ അടുത്ത് വന്നതായിരുന്നു ഗരം മസാല എടുക്കാൻ. എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ അവരുടെ ഗരം മസാല ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മു ചേച്ചിയുടെ അടുത്തോട്ട് പോവാണ്. അവിടെ നമുക്ക് ഗരം മസാല എടുക്കാം. അയ്യോ, നമുക്ക് അങ്ങനെ നമ്മുടെ ഗരം മസാല കിട്ടി. വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു 1 മണിക്കൂർ 15 മിനിറ്റിൽ സ്റ്റേഷനിലെത്തുന്നു. ഞാൻ അറിയാൻ പാടില്ല ഇനി എന്താണ് കാണിക്കാൻ പോണതെന്ന്. പക്ഷെ ഒരു കാര്യം ചെയ്ത് തുടങ്ങിയതുകൊണ്ടേ ഭയങ്കര ആഗ്രഹം അത് കംപ്ലീറ്റ് ചെയ്യാൻ. ശ്രമിക്കാം നമുക്ക്. പെട്ടെന്ന് ഇറങ്ങിയോണ്ടേ എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്തില്ലേ എന്നൊക്കെ ഓൺ ദ വേ ഭയങ്കര സംശയമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ ഇവിടെ ആൾക്കാർ കൂടുന്നു, പിന്നെ ഇവിടെ ഫയർ എഞ്ചിൻ ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നല്ല മണമുണ്ട്. ഇവിടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മളിവിടെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി കൃത്യമുള്ളത് 1 മണിക്കൂറാണ്. 1 മണിക്കൂറിൽ നമുക്ക് എന്തായാലും ബീഫ് ഉണ്ടാക്കി തീരില്ല. അപ്പോൾ ബീഫ് എന്ന സ്വപ്നം നമുക്ക് തൽക്കാലം മറക്കാം. എന്നിട്ട് ബിരിയാണി ഫൈനൽ റൗണ്ട് സെറ്റാക്കിയിട്ട് എനിക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഏതാണെന്ന് പറഞ്ഞല്ലേ, അതൊക്കെ ഒന്ന് എഴുതി ഉണ്ടാക്കട്ടെ. തീരുമായിരിക്കും, നോക്കാം. എനിക്കറിയില്ല മട്ടൺ ഇതിൽ ആവശ്യത്തിന് കുക്ക്ഡായോ എന്നുള്ളത്. ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ കുക്ക്ഡായി എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ കഴിക്കാത്ത മീറ്റ് ആവുകൊണ്ട് ഏത് ലെവല് വരെയാണ് അതിൻ്റെ കുക്കിംഗ് എനിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം കുറച്ച് വെള്ളം വറ്റണം, അതൊന്ന് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഫുഡിന് എനിക്ക് തോന്നുന്നു ടേസ്റ്റിനേക്കാളും ഉപരി എനിക്കിത് ചെയ്യണമായിരുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്കുള്ളത് അത്രയും ഫീൽ ചെയ്തിട്ട് ഞാൻ ചെയ്തതായിരുന്നു. അതേപോലെ വിഷ്ണുവിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത ഒരാളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുമ്പോൾ ഇന്നാളെ Q&Aയിലൊക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ വിചാരിച്ച Q&Aയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വിഷ്ണു എക്സ്പ്രസീവ് അല്ലാത്തത് കൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോന്ന്. അങ്ങനെയല്ല കാര്യം. വിഷ്ണു ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒപ്പം തന്നെ വിഷ്ണു പറയുന്ന ഒരു കാര്യമാണ്, വിഷ്ണു ലൈഫിൽ പരിചയപ്പെട്ടിട്ടുള്ള എക്സ്പ്രഷൻസ് കുറവുള്ള എക്സ്പ്രസീവ് ഒട്ടും അല്ലാത്ത ഒരാളുടെ ടോപ്പ് ലിസ്റ്റിൽ വരാൻ പറ്റുന്ന ഒരാളായിരിക്കും ഞാൻ എന്നുള്ളത്. ഞാൻ ഒട്ടും എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, പല കാര്യങ്ങളും ഞാൻ
ഓപ്പൺലി എനിക്ക് അങ്ങനെ എന്റെ ഇമോഷൻസ് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കിങ്ങനെ കുത്തി വരയുന്ന സ്വഭാവമുണ്ട് ചെറുതായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്ന ഇമോഷൻസ് ഒക്കെ ഞാൻ ഒന്നിങ്ങനെ എഴുതും. അതേപോലെ വിഷ്ണുവിനോട് പറയാനുള്ള കുറച്ച് കാര്യം ഞാൻ ഒന്നിങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ക്ലീശയായിട്ടോ ക്രിഞ്ചായിട്ടോ കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഓരോരോ ആൾക്കാരുടെ ഇടയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണിത്. അപ്പോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നല്ല A4 ഷീറ്റിലോട്ട് ഒന്ന് മാറ്റി എഴുതി ഈ ടേബിളിന്റെ മുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ റൂം ഒന്ന് വൃത്തിയാക്കി ഇവിടുത്തെ കുക്കിങ്ങിന്റെ സ്മെല്ലൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ച് ഭംഗിയിൽ ഈ റൂം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കുറച്ച് കാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നടക്കുമായിരിക്കും. 5:30 ആകുമ്പോഴേക്ക് നമ്മുടെ എൻറ്റയർ കുക്കിംഗ് തീർന്നാലാണ് ആ ഒരു പ്ലാൻ നമുക്ക് നടക്കുള്ളൂ. നടക്കും തന്നെയാണ് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. ഇതങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു വ്ളോഗൊന്നും അല്ല കേട്ടോ. കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വ്ളോഗും കൂടെ എടുത്താൽ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിലും ഇങ്ങനെ എടുക്കുന്ന ചെറിയ ചെറിയ എഫേർട്സ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിഷ്ണുവിനായിട്ടുള്ള റിലേഷനിലല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനോടോ ഇപ്പോൾ എൻ്റെ ബ്രദറിനോടോ സിസ്റ്ററിനോടോ പേരൻസിനായിട്ടോ ഒക്കെയുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ എന്തെങ്കിലും എനിക്കിങ്ങനെ തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഇങ്ങനത്തെ എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ഒരു ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ദമ്മിടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല ലെയറായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം കേട്ടോ. മൈദമാവ് കലക്കാനുള്ള സമയമൊന്നും നമ്മുടെ കയ്യിലില്ല. വിഷ്ണു വന്നിട്ട് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. അപ്പം നല്ല ചൂടോടെ തന്നെ ബിരിയാണി കഴിക്കാമല്ലോ. ഇനി നമുക്കൊരു ഷടപടേ ക്ലീനിങ് ആണ്. കിച്ചൺ ക്ലീൻ ചെയ്യണം, ഹോളൊന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ നമുക്ക് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടാം. അപ്പോൾ കുക്ക് ചെയ്ത സ്മെല്ലൊക്കെ ഒന്ന് പോകുമല്ലോ. വിഷ്ണു 6:25 ആകുമ്പോഴേക്ക് ഇവിടെ ഹോഫ്ദോർപ്പ് സ്റ്റേഷനിലെത്തും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി പിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നൂവനപ്പ് മുടി വെട്ടുന്ന ഒരു സ്ഥലത്ത് വിഷ്ണുവിനെ ഡ്രോപ്പ് ചെയ്യാം. കാരണം കുറേ കാലം കഴിഞ്ഞ് ആറ്റുനൂറ്റുന്ന് മുടി വെട്ടാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ചൊന്ന് പെട്ടെന്ന് വീട്ടിൽ വരാമെന്നാണ് വിചാരിച്ചേ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ. എനിക്ക് ആ എഴുതാനുള്ള സംഗതി മുഴുവൻ എഴുതി തീർക്കാൻ ഒരു സമയം കിട്ടിയില്ല. വീട് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് വിഷ്ണു വിളിച്ചു. ഇന്ന് രാവിലെ തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്നെ അധികം വിളിക്കരുത്, എനിക്ക് ഭയങ്കര മൈഗ്രെയിനാണ്, ഞാൻ കിടക്കുകയാണ്, നടുവേദനയാണെന്നൊക്കെ. അപ്പോൾ രാത്രി എന്താ ഡിന്നർ ചെയ്യാന്നൊക്കെ ചോദിച്ച് വിഷ്ണു വന്നതിന് ശേഷം ചിക്കൻ റോൾ ഉണ്ടാക്കുക, ചിക്കൻ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഫോം വെച്ചേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഇനി സമയം കളയാതെ ഇറങ്ങട്ടെ. എന്നിട്ട് വിഷ്ണുവിനെ പിക്ക് ചെയ്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഓവറാക്കിയതാണ്. പക്ഷെ ഇതൊക്കെ രസമല്ല. ഞാൻ ഇതൊക്കെ തുറന്നിട്ടായിരുന്നു. കാരണം ഇപ്പോൾ കണ്ടോ സമയം 6:30 അത്ര ഇരുട്ടായിട്ടില്ല. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് സ്പ്രിങ്ങും സമ്മറും ഒക്കെ തുടങ്ങിയല്ലേ. അപ്പോൾ ഞാൻ അടച്ച് പോട്ടെ. കുറച്ചൊരു ബിസി ഡേ ആയിരുന്നു. ഹെക്റ്റിക് ഡേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രമാത്രം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. അപ്പം വെരി ഹാപ്പി. എല്ലാം വിചാരിച്ച പോലെ ചെയ്ത് തീർന്നേനെ. ബിരിയാണി എത്ര നന്നായി എന്ന് എനിക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടത്തി. ഇഷ്ടം കഴിച്ചിട്ട് പറയട്ടെ ഇനി എങ്ങനെയുണ്ട്. കുഴപ്പമില്ല, അത്ര സൂപ്പർ അല്ല. എടുത്തെടുത്തു ധൃതി. ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു. എല്ലാവരും തന്നെ വീഡിയോ എടുത്തിട്ട് ചോദിക്കാത്ത എന്തിനാ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെയല്ലോ ദൂരമുണ്ടല്ലോ. ഉച്ചക്ക് കഴിച്ച ഹോട്ട് ഡോഗ്. ഹോട്ട് ഡോഗ് മാത്രം ഉണ്ടായിരുന്നു ലഞ്ചിന്. ലഞ്ച് ഹോട്ട് ഡോഗ് മാത്രം ഉണ്ടായിരുന്നു. ഹോട്ട് ഡോഗും കുറച്ച് വെജിറ്റബിൾസും. വിശക്കുണ്ട്. എനിക്കിന്ന് ഫുൾ ഡേ ഭയങ്കര തലവേദന ആയിരുന്നു. എത്തിയത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. എന്താ ഉണ്ടാക്കുക? എടുത്ത് വെച്ചോ ചിക്കൻ പുറത്തേക്ക്. ഞാൻ ആ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് പറഞ്ഞു വിചാരിച്ചു. അപ്പോഴാ ലേറ്റ് ആയില്ല, ഊട്ടി വരികയും. നമുക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. കാരണം വിഷ്ണു ലേറ്റ് ആയത് കാരണം ചിലപ്പോഴാണ് വിഷ്ണുവിനെ അവിടെ മുടി വെട്ടാൻ വേണ്ടി അവർ സമ്മതിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെറ്റർ എന്ത് ചെയ്യും നോക്കിയിട്ട് വരട്ടെ.
കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ എഴുതുന്നത്. എത്ര അടിപൊളിയായിട്ടായിരുന്നു വിഷ്ണു എന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പല ഇമോഷൻസ് വിഷ്ണുവിന് മനസ്സിലാവാത്തത് പോലും വിഷ്ണു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്ന എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ വിഷ്ണു അറിയേണ്ടത് ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ എഴുത്ത് അവസാനിച്ചു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എഴുതുന്ന സ്വഭാവം മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ കുട്ടിയാകുന്ന സമയത്ത്. പക്ഷെ അന്ന് ഞാൻ കൂടുതലും എനിക്ക് വിഷമം വന്നാൽ എൻ്റെ വിഷമം ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇടണമല്ലോ. ഞാൻ എക്സ്പ്രസീവ് അല്ലാത്തത് കാരണം അന്നും ഞാൻ ആരുടെ എടുത്തും എൻ്റെ വിഷമമൊക്കെ പറയുന്നത് കുറവായിരുന്നു. അപ്പം എനിക്ക് എവിടെയെങ്കിലും ഇതങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ദേഷ്യവും വിഷമവും ഒക്കെയാണ് ഞാൻ മുന്നേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് എഴുതി വെച്ച് ഒഴിവാക്കിയിരുന്നത്. പക്ഷെ വിഷ്ണുവിനായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാനിങ്ങനെ ചുമ്മാ എനിക്ക് ദേഷ്യവും വിഷമവും വരുന്ന കാര്യം മാത്രമല്ല, എനിക്ക് സന്തോഷം വരുന്നതും അതേപോലെ തന്നെ എനിക്ക് ഇമോഷൻസ് വരുന്നതും ഒക്കെ ഞാൻ എഴുതണം. ഞാൻ എഴുത്തുകാരിയൊന്നും അല്ല കേട്ടോ. ഇതിൽ എഴുതിയതിൽ ഇഷ്ടം പോലെ മിസ്റ്റേക്സും തെറ്റും ഗ്രാമാറ്റിക് മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും വായിച്ചാൽ മനസ്സിലാവാത്ത ഹാൻഡ് റൈറ്റിങ്ങും ഒക്കെയാണ്. ഇത് ഞാൻ എൻ്റെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഇത് ഞാൻ എൻ്റെ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു ചെറിയൊരു ബുക്കാണ്. അപ്പൊ ഈ ബുക്ക് ഇവിടെ കണ്ടാൽ തന്നെ വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് വിഷ്ണു എടുത്ത് വായിക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. ചിലത് ഞാൻ വായിക്കാൻ പറയും, അപ്പൊ അത് വായിക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ഈ ഒരു സെക്കൻഡിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നൊരു മൊത്തം ഡേ നമ്മൾ കിടന്ന് ഓടി കളിച്ചെങ്കിലും എനിക്ക് അത്ര ക്ഷീണമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിഷ്ണു സർപ്രൈസ്ഡ് ആവുന്ന ആ ഒരു മൊമെന്റ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ മുടിവെട്ടൽ കഴിഞ്ഞു. ഇത് ചുമ്മാ ഞാൻ ഓവറാക്കിയതാ കേട്ടോ, നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വരാം. തിരക്കിലായിരുന്നു അവര്. എന്നാലും സാറിന്റെ മറ്റേനേക്കാൾ നന്നായിട്ടുണ്ട്. മറ്റേത് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ വീഡിയോ എടുക്കണല്ലോ, ഞാൻ ചോദിക്കണമില്ല ഞാൻ എന്തിനാ വീഡിയോ എടുക്കണമെന്ന്. തുറക്കൂ. അതെനിക്ക് പിടിക്കാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റ് അല്ലേ. രണ്ടാമതൊന്നും എടുക്കാം. അത്ര വെയിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു? ആ നിലത്ത് മൊത്തം ആയിണ്ടാവില്ല. ഇപ്പോ ഇതാണ് പ്രശ്നം. വിഷ്ണുവിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താ നടക്കുന്നതെന്ന്. കാർ ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അകത്ത് മൊത്തം ലൈറ്റ്. അപ്പോൾ എന്താ നടക്കുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരുന്നു വിഷ്ണു. എന്താ വിഷ്ണു? എനിക്ക് മനസ്സിലായില്ല. പുച്ഛിക്കുന്നില്ല, സീരിയസ്ലി പുച്ഛിച്ചിട്ടില്ല. ഞാൻ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ തനിക്ക് വരാനുള്ള വഴി ഞാൻ ക്യാൻഡിൽ വെച്ച് ചെയ്തു. ലാസ്റ്റത്തെ സെന്റൻസ് ആണ് എന്നെ ഭയങ്കര ഇതാക്കുന്നത്. അല്ലെങ്കിൽ വീടല്ലേ. എന്നിട്ട് താൻ ഇത്രയും മെഴുകിയത് ഞാൻ ഇവിടെ കത്തിച്ച് വെച്ച് തനിക്ക് നടന്നു വരാനുള്ള വഴി റെഡിയാക്കിയിട്ട് തന്നെ നാല് പുച്ഛിച്ചു. അല്ല അങ്ങനെയല്ല, ബട്ട് ശരിക്കും ഉള്ളതന്നെയായിരുന്നല്ലോ. വാ ചകരട്ടെ. പൂവ് കരശി വീട്ടിൽ പൂവിനല്ല ഐശ്വര്യമുള്ളൂ. എന്താ താൻ എക്സ്പെക്ട് ചെയ്യണത്? എന്താ താൻ എക്സ്പെക്ട് ചെയ്യണത്? ബിരിയാണി ആക്കിയോ നീ? അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ. കൈ കഴുകിയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ഇന്നത്തെ ഈ വിശപ്പിന് ബിരിയാണി 1.5 കഴിപ്പേരും കൂട്ടാ. താങ്ക് യു സോ മച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വിചാരിച്ചോളൂ നിന്നോട് പറയണം എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കി തരും. നീ അല്ലേ പറഞ്ഞ ഞാൻ ഒന്നും വേറെ സർപ്രൈസും കൊണ്ട്. എന്ത് ബിരിയാണി അറിയോ? ഇത് ചിക്കൻ അല്ലേ? മട്ടൻ. നീ ഉണ്ടാക്കിയോ മട്ടൻ ബിരിയാണി? നീ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയോ? സീരിയസ്ലി? ശരിക്ക് അത് തുറക്കല്ലേ, അത് ദം ചെയ്യണം.
സീരിയസ്ലി ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ലേ വിഷ്ണുവിന് മട്ടൻ ബിരിയാണി എത്ര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ വിഷ്ണുവിന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എന്നൊക്കെ വിഷ്ണു പറഞ്ഞു. അത്രയും ചെയ്യല്ലോ കാര്യം പറ ഇവിടെ വന്നേ. അല്ല കാര്യം പറ അങ്ങനെ അങ്ങനെ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ അത് നന്നായിട്ടുണ്ടോന്ന്. ഞാൻ ഫോളോ ചെയ്ത റെസിപ്പിയില് വരം ക്ലീൻ ചെയ്യണ്ട. ഞാൻ കാറിലായിരുന്നു വീട്ടിൽ. ഞാൻ വിചാരിച്ചത് ഞാൻ നാളെ രാവിലെ ആഴ്ചക്ക് എടുത്ത് പോണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി എത്ര ചാർജ് ഉണ്ട് കാറിൽ നോക്കിയപ്പോ 68% കാണുന്നുള്ളൂ. ഇവിടുന്ന് 68% മരുന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഇപ്പത്തെ വിശപ്പില് ഡിസ്കഷൻ പോകാൻ നേരം ഉണ്ടായിരുന്നില്ല. കാര്യം ചോദിക്കട്ടെ, ശരിക്ക് ഒരു മേജർ ചേഞ്ച് ഉണ്ടായിരുന്നോ സ്വഭാവത്തില് ഫസ്റ്റ് ട്രൈമസ്റ്ററിന് മുന്നേ അതിന് മുന്നേ? ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയി എനിക്ക് ഫീൽ ചെയ്തു. ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ തെരപ്പര നടക്കാന്നല്ല, ഓരോ ഭയങ്കര മാറിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളും അങ്ങനത്തെ സംഭവങ്ങളും. അലക്സ സ്റ്റോപ്പ്, കോഫി ഉണ്ട്. പക്ഷെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇത് കേൾക്കുമ്പോ വിചാരിക്കും ആദ്യമായിട്ടാണല്ലോ ലോകത്തെ ഒരാൾ പ്രസവിക്കണം, പക്ഷെ എന്റെ ആദ്യത്തെ പ്രസവമാണല്ലോ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ രണ്ടുപേരും ആയിട്ടല്ലേ. ഇപ്പൊ നമുക്ക് ഇതിനെ പറ്റി മറ്റേ പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ ബാക്കിയുള്ളവർ വളരെ സിമിലർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമുക്കത് ആദ്യമായിട്ട് എനിക്കത് കുറച്ച് ഇമോഷണലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഫിസിക്കലി ബുദ്ധിമുട്ട് അത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഇമോഷണലി ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തോന്നലുകളും അങ്ങനത്തെ എനിക്കല്ല. ലാസ്റ്റ് പാർട്ടായിരുന്നു ടഫ്. തുടക്കം കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക്. തുടക്കം കുറച്ച് ഹാപ്പി ആയിരുന്നു. ലാസ്റ്റ് ഒരു കഴിഞ്ഞ 2-3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് ആയിട്ടാണ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത്. ഭയങ്കര ഇങ്ങനെ നിന്റെ സ്വഭാവം ഭയങ്കര ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴല്ലേ നിന്നോട് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു ദം പൊട്ടിക്കല്. ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ട്. പാത്രം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നമുക്കിങ്ങനെ ബിരിയാണി ദമ്മിയ ഒരു പാത്രമല്ല, നാട്ടിൽ നിന്ന് നമ്മളൊരു പാത്രം കൊണ്ടുവന്നായിരുന്നു, അത് കേടുവന്നു. ഇവിടെ മര്യാദക്ക് പൊട്ടിക്കണോ? ഇങ്ങനെയാണ് നമ്മൾ ആ ബിരിയാണിക്ക് തന്നെ തോന്നുന്നത് അത് ആർത്തിയിലാണ് പൊട്ടിക്കുന്നത്. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ സെർവ് ചെയ്ത് നല്ല ഭംഗിയിൽ കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തുതരാമെന്ന് പറഞ്ഞു. വിഷ്ണുവിന് നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണല്ലോ നമുക്കുള്ള ഒരു വെരി ക്യൂരിയസ് എങ്ങനെയുണ്ടെന്ന് അറിയാം. നല്ലതാണെങ്കിൽ സ്ഥിരാക്കൂട്ടോ. ഞാൻ രണ്ടാമത്തെ തവണ മട്ടൻ ബിരിയാണി ഉണ്ടാക്കണോണ്ട് 300 പ്രാവശ്യം ഭയങ്കര മോശമായിരുന്നു. തീരെ കഴിക്കാത്ത മീറ്റ് ആവുകൊണ്ടേ. ഗ്രേവിയിൽ ഇച്ചിരി ഉപ്പ് കുറവാണോ തോന്നി, അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അല്ല ഞാൻ അന്നുണ്ടാക്കിയതിനെക്കാട്ട് എത്രയോ അല്ല. ആണോ? മറ്റേ മട്ടൻ വെന്തിട്ടുണ്ടോ? കിളിപോയിരിക്കുന്ന രണ്ടാൾക്കാർ കുക്ക് ചെയ്തിട്ട് എന്റെ കിളി തീരെ ഒരു മിനിറ്റ് ഇരുന്നില്ല, അതുണ്ടായത്. ഇപ്പൊ ഭയങ്കര ഇത്രയും നേരം ആ സർപ്രൈസ് ഇരിക്കുന്നതിന്റെ ഒരു ഉഷാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിപ്പോ എല്ലാം കഴിഞ്ഞപ്പോ ഇല്ല. ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി കഴിക്കാൻ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് മസാല ദോശ ഓർഡർ ചെയ്തു. വിഷ്ണുവിന് പോയിട്ട് മസാല ദോശ പിക്ക് ചെയ്തിട്ട് വരും. നമ്മൾ രാവിലെ തൊട്ട് എടുത്ത പണി ഒറ്റടിക്ക് കാലിയായിരിക്കണം. ഇത് ഇപ്പൊ മസാല ദോശ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേ ജീതുവിനും പ്രദുവിനും ഒരു സെറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. റോസും അനുഷ്ഠിക്കും നാളെ വരുന്നുണ്ട്. അപ്പൊ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാറ്റി വെക്കണതിന്റെ മുന്നേ വിഷ്ണുവിനൊരു പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അൻഷിഫി റോസും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിരിയാണി കഴിക്കാൻ. നമുക്ക് വേറെ 1-2 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത അഭിപ്രായം കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നാണ് കേട്ടോ കുറച്ച് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. നല്ലതായിരുന്നു. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു എനിക്കും വിഷ്ണുവിനും. നമ്മൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലിരുന്നൊരു ദിവസമാണ്. എന്തായാലും ഈ ഒരു ദിവസം വ്ളോഗ് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷത്തിൻ്റെ ചെറിയ ഭാഗം നിങ്ങളാക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തന്നെ മലയാളി, ടാറ്റ. അപ്പം നമുക്ക് നല്ല അടിപൊളി വ്ളോഗായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം.